അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രാവൽ ബ്ലോഗാണ്. ഇന്ന് നമ്മൾ എവിടെ പോകണമെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ എവിടെ പോകണം? സാമ്പ്രാണിക്കൊടിയിലാണ് ഇന്ന് നമ്മൾ പോകണം. ആയിരിക്കും ഈ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ സാമ്പ്രാണിക്കൊടിയിൽ പോകാൻ വേണ്ടി പോവാണ്. ഇന്ന് നമ്മളെ കൂടെ പൈനുണ്ട്, റംസാനും കൂടെ ഉണ്ട് സ്പെഷ്യലായിട്ട്. രണ്ടുപേരും കൂടെ നമ്മളെല്ലാവരും കൂടെയാണ് പോകണം. ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരുമായിട്ട്. റംസാനെ കണ്ട അതെ വെട്ടം. Join with National Highway 66, then slight right to stay on National Highway 66. നല്ല മഴ, നല്ല ശക്തമായ മഴ. വെള്ളപ്പൊക്കത്തിൽ നമ്മൾ വെള്ളപ്പൊക്കത്തിൽ ഇറങ്ങണ്ട, അതുകൊണ്ട് ഇറക്കൂലായിരിക്കും അവര്. അപ്പോ വെള്ളം നോക്ക്. എത്തി സാമ്പ്രാണിക്കൊടിയിൽ. ഇങ്ങനെ നമ്മളിവിടെ സാമ്പ്രാണിക്കൊടിയിൽ സക്സസ്ഫുള്ളി എത്തിയിരിക്കുന്നു. മഴയും എല്ലാം കഴിഞ്ഞ് ഒരു അഡ്വഞ്ചർ ട്രിപ്പായിരുന്നു. എല്ലാം കഴിഞ്ഞ് എത്തി. റംസാനും ക്യാമറ ആണ്. ഓടും, ക്യാമറ ആണെന്ന് എല്ലാവരും ഓടും. ട്രെയിന് എത്തിയിട്ടുണ്ട്. എത്ര പൊക്കണമെങ്കിൽ കൈ ഇത്രയും പൊക്കണം. പിന്നെ അതുപോലെ അവിടെയും ഭയങ്കര ഇതായി. എന്ത് ഏതൊരു സ്ഥലം ഉണ്ടല്ലോ അവിടെ ഇനി ടിക്കറ്റ് എടുത്തിട്ട് പ്രൈവറ്റ് ബോട്ട്, ഹൗസ് ബോട്ട്. അവിടെ നല്ല ഫോട്ടോ എടുക്കണേ. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നേരെ ബോട്ടിൽ കയറാൻ വേണ്ടി പോകും. സാമ്പ്രാണിക്കടയിലോട്ട് നമ്മൾ ബോട്ടിൻ്റെ അടുത്തോട്ട് പോയിക്കോട്ടെ. സോ അവിടെ ബോട്ടാണ്. അങ്ങനെ നമുക്ക് ജാക്കറ്റ് കിട്ടി. ജാക്കറ്റ് എടുത്തിട്ടോ. ആ ചെറുത് അവനിക്ക് വിട്ടു. ആ ചെറുത് നീ ഇട്ടോ. ഇങ്ങനെയാടാ ഷർട്ട് ഇടും പോലെ, ബനിയൻ ഇടും പോലെ ഇട്. ആ അതിനെ പിടിച്ച ക്ലിപ്പ് ഇട്. തണുപ്പില്ല, ചൂട്. ഇവിടെ നിന്ന് മഴ പെയ്തില്ലേ? ഭയങ്കര മഴ, ശക്തമായിട്ടുള്ള ഇങ്ങോട്ട് കേറിയ ഒരു തുള്ളി പോലും വരും. എനിക്ക് മനസ്സിലാക്കരുത്. തറായി അങ്ങനെ നമ്മളെത്തിയേ. ചെരുപ്പ് വിട്ടിട്ട് വെള്ളത്തിന്റെ അടിയിൽ നോക്കിയേ. ഞാൻ ഇവിടെ വെള്ളത്തിന്റെ അടിയിലൂ നടക്കാൻ പറ്റില്ല, പറക്കണം ഞാൻ. എന്റെ ചെരുപ്പ് ഇങ്ങനത്തെ ചെരുപ്പായിട്ട് പോവാൻ എന്റേത് മൊത്തം മുങ്ങി. സുഫിയാനാണ് പണി കിട്ടിയത്. ഷോർട്സ്. അയ്യോ ഓട്, എല്ലാരും ഓട്. അയ്യോ വെള്ളത്തിലൊക്കെ അടിപൊളി യാത്രകളുണ്ടോ? വെള്ളത്തിലെ യാത്ര.
റംസാന്റെ നിക്കർ വരെ തന്നെയാടാ. റംസാനെ പിടിച്ചാലേ മുങ്ങിപ്പോ. ഓ എന്റെ നോക്ക് പകുതി മുക്കാലും പോയതാ. മൊത്തം ഉപ്പ്. ഞാൻ നടക്കണില്ല, ഞാൻ പറക്കണ്. ഞാൻ മൂണിലൊക്കെ നിൽക്കുന്ന ഒരു ഫീല്. റൈന ഇന്ന് എഴയാണ്. ഗൈസ് കം ഓൺ. ശിവനൊക്കെ എന്നറിയാവോ വെള്ളത്തിന്റെ പത്രം നടത്താൻ കാരണം തടി ദോ ഞണ്ട് ചെറിയ ഞണ്ട്. ഓ എല്ലാരും സാഹസികമായി മരത്തിന്റെ മണ്ടയിൽ കയറുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. റൈന കയറി. റംസാൻ പോടാ. റൈന പിടിച്ചിരുന്നോ? റംസാനെ ഒരു തൂക്കി തന്നെ കയറ്റിയിരിക്കുന്നു. ഓ ഗോള് ഗോള് ഗോളേ. റംസാൻ എടുത്ത് ചാട്. അങ്ങനെ എല്ലാരും മരത്തിന്മേൽ നിൽക്കുന്നു. അപ്പം സാഹസികമായി ഞാനും സാഹസികമായാണ് കയറിയത്. പൊടിയില്ല, നല്ല സ്ട്രോങ് ഉണ്ട്. ഒരാൾക്കന്ന് 50 ഇതല്ലേ ഒരു രസം. ഇല്ല ഞാൻ ചവിട്ട്. ഡേ എന്ത് എവിടെ പോണ? അങ്ങോട്ട് ഇങ്ങോട്ട്. താഴ്ച ഉണ്ട്. റംസാന്റെ ചെരുപ്പ് അവിടെ തറയിൽ മണ്ണ് വല്ല സാധനം ഉണ്ട്. അതേ കയറി ഒട്ടി പിടിച്ചിരിക്കും ചെരുപ്പിട്ട്. ഈ കാലിങ്ങനെ പ്രസ് ആകുമ്പോ കാലുണ്ടെങ്കിൽ നോക്ക്. കുറച്ച് അഡ്വഞ്ചർ ആവാൻ വിചാരിച്ചാണ്. കുറച്ച് കൂടുതലായിപ്പോയി. അഡ്വഞ്ചർ ആവാൻ സമ്മതിക്കും. അയ്യോ എന്നെ കാണാൻ പറ്റില്ല. കുറച്ച് അഡ്വഞ്ചർ ആവാൻ വിചാരിച്ചു. ചെരുപ്പ് ചതിച്ചു നമ്മളെ. കിട്ടിയാ? പോയത് പോട്ട് നമുക്ക് അടുത്ത പൂപ്പാരെ വേണം വാങ്ങിക്കാം. ഞാൻ തപ്പി എവിടെ വെച്ച് കളഞ്ഞു? നമ്മുടെ ചെരുപ്പ് കളഞ്ഞു. അത് തന്നെ ഇപ്പോഴത്തെ പുതിയ വിശേഷങ്ങൾ. തപ്പാൻ വേണ്ടി നമ്മളെ ഹെൽപ്പായിട്ട് ഒരു ആൻറ്റി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും മറ്റേ ചെരുപ്പ് കിട്ടണത്. നീ അത് കയ്യിലെടുത്ത് വെച്ചോളാം. കയ്യിലിങ്ങനെ ഇട്ടിട്ടോളാം. സുഫി അവിടെ ഒറ്റപ്പെട്ടിരിക്കും. ലൈറ്റ് ഹൗസിൽ പോവാ. ലൈറ്റ് ഹൗസ് ഇവിടെ തന്നെ.
ബീച്ചും ഉണ്ട്. ഏറ്റവും മണ്ടേ കയറി നിന്ന് കടലിൻ്റെ ഇപ്പുറത്താ ചാപ്പച്ച് കയറ്റ്. അവര് പറഞ്ഞ കരി അവിടെ താരമ്പഴത്തേക്ക് പൊങ്ങി വരൂത്. അതിട്ട് നീന്തി കളി, അതിൽ കയറി വെള്ളം തൊഴ, ഒരു ചെരുപ്പിട്ട് അപ്പോഴേ പറഞ്ഞു ചെരുപ്പൂരി ഇടുന്നു. താഴ്ചയില്ല. എന്റെ വെള്ളത്തിൽ കിടന്ന തവള ചാടുന്നു. അയ്യോ ഇവിടെ എന്തൊരു ചൂട്. ഇങ്ങോട്ട് നീ നടക്കില്ലേ അപ്പൊ ബാലൻസ്. ഉമ്മച്ചി കയറിയപ്പോ പോയിട്ടിപ്പോ പറഞ്ഞു നമ്മളൊക്കെ വെള്ളത്തിന്റെ അടിയിലായത്. ഉമ്മ ഇങ്ങതാ എനിക്കതാ. ഏറ്റവും ബാക്കിൽ നിന്ന് ഒരു മുന്നോട്ടൊരു യാത്രയായിരുന്നു. ഇപ്പൊ ഏറ്റവും ഫ്രണ്ടിലായി നമ്മളാണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത്. നമ്മളാണ് ഇതിന്റെ മെയിൻ. അയ്യോ ബോട്ട് ബാക്കിലോട്ട് പോണോ? നമുക്ക് ബോട്ട് തരാം. ബോട്ട് ബാക്കിലോട്ട് പോണോ? അത് നിങ്ങൾ തുഴയണുണ്ട്. നമ്മൾ അതങ്ങനെ തോന്നണം വെള്ളത്തിൽ. നമ്മളെ മുന്നിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്തേ ദോ പോണ് ബാക്കിലല്ലേ. വളഞ്ഞൊക്കെ തിരിഞ്ഞൊക്കെ പോണു. ബാക്കിലോട്ട് പോണ ഫ്രണ്ടിലോട്ട് പോണ എങ്ങും പോണില്ല. ഇത് അവിടെ തന്നെ നിൽക്കണേ. തിരിച്ചൊരു കിടക്കും. ഇല്ല ഇല്ല, അത് അവിടെ ഒരു മണ്ണുണ്ട്, അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നു. അത്രയും താഴ്ച പോയി കാല് വെച്ചതേ ഉള്ളൂ, അതിനകത്തങ്ങ് മുങ്ങിപ്പോയി. പിന്നെ റംസാന് കുറച്ച് അഹങ്കാരം. സഫയും റൈനയാണ് ആദ്യത്തെ ആള്. അത് തന്നെ എല്ലാത്തിലും സഫയാണ്. ഓ റൈനെ അടുത്ത് തൂക്കി സഫിയാണ് ഇതെല്ലാത്തിനും. അതിനെ നേരെ ഒരു പണിഷ്മെന്റ് ചെയ്യും. എന്തോ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. Let's go. നമ്മളാണ് ഇവിടെ ഓട്ടിക്കുന്നത്. ഒന്നും കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റും? പരുന്ത്. ഓ കൊക്കിപ്പ ഇങ്ങനെയല്ലേ ഇരിക്കണം. പുതിയ കണ്ടു കൊടുക്കാം. കാരണം എനിക്കിത്തിരി വെള്ളത്തിൽ കൈയിടാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ വെള്ളത്തിന് ഇതുണ്ട്.
നമ്മളിവിടെ ഒരു കറക്കം കറങ്ങിട്ട് വരട്ടെ ഗൈസ്. ആ സാധനമൊക്കെ നീങ്ങി പോണല്ലോ തോന്നില്ലേ? പ്രത്യേകത തോന്നില്ലേ? അമ്മ അതൊക്കെ അത് തന്നെ അതൊക്കെ തോങ്ങി പോണ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യും. കാരണം ഇതിന്റെ ആ ഓളം അനുസരിച്ച് നമുക്ക് നമ്മുടെ കണ്ണുകൾക്ക് അത് ഇത് നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. നമുക്ക് ഈ വീടിന് സ്വപ്നത്തിൽ കണ്ട വീട് വരികണേ. ഇതിന്റെ മഞ്ഞ കളർ കറക്റ്റ് ആയിട്ട് ഇതേപോലെയാണ്. വൈകുന്നേരം സ്വപ്നത്തിന്റെ വീട്. അവർക്ക് ഓരോ വണ്ടിക്കും ഓരോ വെള്ളമുണ്ട് എടുത്തിടുക. മഴ പെയ്താൽ പ്രശ്നമാണ്. അതന്നാണ് വൈകുന്നേരം സ്വപ്ന വീട്. വെള്ളം കെട്ടിയിരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു മീൻ കൃഷി ചെയ്യുന്നു. സ്വപ്ന വീടൊന്നും അല്ല, ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ള ഒരു വീട് ഇന്ന് മഞ്ഞ കളറാണ് കണ്ടിട്ടുള്ളത്. നമ്മളൊരു കറക്കം കറങ്ങിട്ട് വരട്ടെ. ഞാൻ പൂർവ്വ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, മൊത്തവും കാടും പിന്നെ മൊത്തം വെള്ളവും. അപ്പൊ നമ്മള് ശുദ്ധമായ പ്യുവർ വെള്ളം. പിന്നെ നമ്മളൊരു യാത്ര കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ചു വരണമായിരിക്കും. നമ്മൾ യാത്ര പെട്ടെന്ന് യെസ്. ഓയിസിന്റെ തോട് എടുക്കണുണ്ട്. ഓയിസ്റ്ററിന്റെ തോടാണ്. അതിവര് വാങ്ങിച്ചിട്ട് തിന്നിട്ട് അല്ലല്ല, ഇവിടെ ഓയിസ്റ്റർ കൃഷിയുണ്ടോ? അതിന് തിരിച്ചിരിക്കുന്നത് ഇവിടെ ജീവിക്കാം. എനിക്കൊന്നും ജീവിക്കണ്ട. പിന്നെ ഗൈസ് എന്താ ഭംഗി. വീഡിയോയിൽ എത്ര പറഞ്ഞാന്ന് എനിക്കറിയില്ല, പക്ഷെ റിയൽ ആയിട്ട് കാണാൻ നല്ല രസം. ആ തെളിഞ്ഞ വെള്ളത്തിൽ കുറേ മരങ്ങൾ ഇങ്ങനെ നിൽക്കണ കാണാം. പിന്നെ അവിടെ ഒരു ബ്രിഡ്ജും. കാട് കാണുന്നുണ്ടോ? ഇതല്ല കണ്ടൽ കാട്. ഞാൻ റൈനെ കാണിച്ചിട്ട് നമ്മളൊന്നും നമ്മൾ കാണിക്കുന്നില്ല. നമ്മൾ ചെടികളെയാണ് കാണിച്ചത്. എല്ലാം അത് ഇങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കഴിഞ്ഞ Come on, guys. ഇതിനകത്തുനിന്ന് സൗണ്ട് വന്നല്ലോ. ഇതിൻ്റെ അകത്ത് കുറെ ജീവികളൊക്കെ താമസിക്കണമെന്ന് മലയാളത്തിൽ പഠിക്കുക. കിളികളാണ്. ഒരുപാട് കിളികളുണ്ട് അതിനകത്ത്. അതിന്റെ സൗണ്ട് കാണാൻ ടിവിയുടെ ഇരുന്ന് വിളിക്കുന്നത് കിളികൾ. അതിലൊക്കെ ഓരോ അല്ല, ഞാൻ കിളി കണ്ടിട്ടില്ല. ഓ ഇവിടെ നീ ഇറങ്ങി സ്ഥലം കൈ കൂടെ കയറി ഈ നമ്മളെ തെത്തിനകത്തൂടെ കയറി പോകും. ഇവിടെ മഴ പെയ്യും. ഇവിടെ മാത്രം സൗണ്ട് കേൾക്കണ ഇവിടെ മഴ പെയ്യും. അതാ വല്ല കണ്ട മാത്രം വെള്ളം ഒഴുകണ പോലെ തോന്നല്ലേ? ബാക്കിയെല്ലാ സൈഡിൽ ഉണ്ടായില്ലേ അവിടെ വന്ന് ഒഴുകി വെള്ളം ഭയങ്കര ഇല്യൂഷനാണ്. നമ്മളായിട്ട് കൺഫ്യൂഷൻ എടുപ്പിക്കും. ഇങ്ങോട്ട് പോകുന്ന ആ വെള്ളമൊക്കെ വെള്ളം ഭയങ്കര ഇല്യൂഷനാണ്. നമ്മളെ ഭയങ്കര കൺഫ്യൂഷൻ ആക്കും. ഇതവിടെ ഉണ്ട് ഒരു മരത്തടി പൊങ്ങി കിടക്കണം. ഇതോ ഒരു ബോട്ടുണ്ട് ഒറ്റയ്ക്ക് പോണത്. ഹലോ, നമുക്ക് കുറച്ച് തരോ? കുറച്ച് തരോ? ഹായ്. ഹായ് കാണിക്കുക. ഹായ്. വേറെ പണിയുണ്ട്. ഡേയ്, എനിക്കൊരു ഹായ് തരാവോ? അതിലല്ലേ പണിയുണ്ട്. പക്ഷേ അങ്ങോട്ട് തന്നെ കാണാനില്ല. ഇതിനകത്ത് ഇറങ്ങിയിരുന്ന നമുക്ക് നോക്കാം. അത് തന്നെ. ഇവിടെ നിന്ന് ഇലവല് പോലും നിങ്ങൾക്ക് ധൈര്യം ഇല്ലല്ലേ ആ ഒരു ഹായ് എങ്ങനെ കൊടുക്കാൻ? നമ്മള് ഒരു യാത്രക്ക് ഒടുവിൽ നമ്മൾ തിരിച്ചെത്താറായി എന്നൊക്കെ വിചാരിക്കും. ഇതോ നമ്മളെ സ്ഥലം അതാണെന്നാണ് തോന്നുന്നത്. പക്ഷെ നമ്മളത് ഇങ്ങോട്ടാണ് പോണത്. നമ്മൾ സത്യം പറഞ്ഞാൽ എങ്ങോട്ടാണ് പോണം? വഴി മാറി പോണം തോന്നുന്നു. ആകാശം ഒന്ന് ഇട്. ഓ നമ്മൾ എന്ത് വരുന്നുണ്ടേ. ചാകര ചാകര. ഓ ഇവിടെയാണല്ലേ കൃഷി? എന്തോന്നിന്റെ കൃഷി എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ അത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിത് കെട്ടിയിട്ടത്. ഓയിസ്റ്ററാണോ? അതും തോന്നും. ഇവിടേക്ക് വീട്ടിൽ വെക്കണമെങ്കിൽ അതിന് പൈസ വേണോ? ഇനി അവിടെ ചോദിച്ചു നോക്കി. ഇതോ അവിടെ ഒരു അമ്മൂമ്മ നിൽക്കണം. ചോദിച്ചു നോക്കി. കെട്ടി അടച്ചിരിക്കുന്നത് കണ്ടാ നാച്ചുറലായിട്ട് നമ്മൾ ജനങ്ങളെ കണ്ടുമുട്ടി. നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് അവർക്ക് ഹായ് കാണിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ അവർക്ക് ഹായ് നമ്മളൊരു കാര്യം ചെയ്തോ, എല്ലാവർക്കും ഹായ് കൊടുക്കും. ഹായ്. ആർക്കിനെ ആ കമ്പനി ആർക്കെങ്കിലും ഈ
നമുക്ക് ഹായ് കൊടുക്കാം ആദ്യം തന്നെ അയ്യാ ആദ്യം നീ കാണിയേ അതിനുന്നെ അവരെ കാണിച്ചേ ഹായ് അവരാണ് നമ്മളാണ് ആദ്യം കൊടുക്കാനുള്ള നെക്സ്റ്റ് ഇതോ അവരെ ഫോക്കസ് ചെയ്യും അതന്നെ അവരെ ആദ്യം ഹായ് അപ്പൊ നമുക്ക് ഹായ് കൊടുക്കാവേ എല്ലാവരും കൂടെ ഒരുമിച്ച് ഓക്കെ എല്ലാരും ഒരുമിച്ച് ഒത്തൊരുമിച്ച് റെഡി അവരങ്ങോട്ട് പോകുമ്പോ നമ്മളിങ്ങോട്ട് റെഡി 1 2 3 സ്റ്റാർട്ട് ഹായ് ആ രണ്ടെണ്ണം മാത്രം എടേ നിങ്ങൾ ഹായ് കാണിക്കൂ ഹായ് ആരും തന്നില്ല കണ്ടേ ഹായ് അണിരടി അവരൊന്നും നോക്കണില്ല നമ്മൾ സക്സസ്ഫുള്ളി രണ്ടുപേർക്ക് ഹായ് കൊടുത്തിട്ടുണ്ട് ഒരാൾ ഇങ്ങനെ തന്നു തുടങ്ങിയെങ്കിൽ ബാക്കിയൊക്കെ നമ്മൾ എങ്ങോട്ടാണ് കൊടുത്തു അവർ കയ്യിൽ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ റെഡി 1 2 3 സ്റ്റാർട്ട് ഹായ് ഹായ് ഒരാൾ മാത്രം കാണിച്ചു നിങ്ങളാരും സപ്പോർട്ട് ഇല്ലാത്ത ഞാൻ സപ്പോർട്ട് ചെയ്യും കുറേ പേരുണ്ട് അപ്പം കുറേ പേർക്ക് കുറച്ച് താമസിക്കുന്നുണ്ട് എത്തുമ്പോഴത്തേക്കും ചാറ്റ് കൊടുത്ത് പറഞ്ഞുവിടാം. ഹായ് കൊടുക്കാം ഹായ് കൂടെ ആരെങ്കിലും ചൂട് ടാറ്റാ 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 അവസാനം യൂട്യൂബിൽ അവരെല്ലാരും കാണും. അവരുടെ അനുവാദത്തോടെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നിന്റെ ഉണക്ക ചെരുപ്പ് ആർക്ക് വേണമെന്ന് ചെരുപ്പ് കിട്ടിയോ എന്റെ ചെരുപ്പ് നല്ല ഓറയാണ് ചെറുക്ക വെള്ളം നിർമ്മിച്ചു അപ്പൊ ഇറങ്ങിട്ട് കാണാം കാണിക്കണ്ടേ ഇത്ര നേരം വെള്ളം ഇല്ലാതെ ഇരുന്നപ്പോ വെള്ളം കൂടിയതുപോലെ തോന്നി ഒരെണ്ണം ചെരുപ്പ് കൈയ്യെടുക്കുക. അങ്ങനെ നമ്മളെ റംസാന്റെ ചെരുപ്പ് തപ്പി പിന്നെ ഇറങ്ങിയിരിക്കുകയാണ് ഓ പിടിക്കല്ലേ ഞാൻ എങ്ങനെ നിൽക്കാൻ തുടങ്ങും അപ്പൊ അവന്റെ ചെരുപ്പ് അവിടെ കിട്ടുമെന്നോ ഇപ്പൊ നല്ല വെള്ളം കൂടിയതുപോലെ ഫീൽ ചെയ്യണം എല്ലാരും കൂടെ റംസാന്റെ ചെരുപ്പും തപ്പി പോയിട്ട് റംസാന്റെ ചെരുപ്പ് കിട്ടിയേ കിട്ടിയേ ചെരുപ്പ് കിട്ടിയേ ഓ അതിന് മുക്ക് അതിന് കാലിലിട്ടോ അല്ലെങ്കിൽ അടുത്ത പോവും. നോക്കട്ടെ റംസാൻ രണ്ട് കാലി ചെരുപ്പ് കിട്ടിയാ അതിന് പുതിയ ചെരുപ്പ് വാങ്ങാനുള്ള അവസരം പോയി. പുതിയ ചെരുപ്പ് വാങ്ങിക്കാനുള്ള അവസരം പോയി ഗൈസ് സോ എന്റെ പാരന്റ്സ് അങ്ങോട്ട് പോന്നു രണ്ടുപേരും രണ്ടായി. അനിയന്റെ കൂടെ നടക്കാനൊന്നും പറയുന്നത് താത്താരോടെ നടക്കാനല്ല. ഓ ഇപ്പൊ പൊങ്ങി കേട്ടാ ഇപ്പൊ കൊള്ളാം ഓ റംസാനൊക്കെ ഇപ്പഴാണ് പൊങ്ങിയത് ഇത്ര നേരം മുങ്ങിപ്പോയി വേണ്ട ഇപ്പൊ വേണ്ട നമുക്ക് മണ്ണൊക്കെ കാണാൻ പറ്റും ഇതാണ് ഇതിന്റെ അടിയിൽ കിടക്കുന്ന സാധനം ഇപ്പൊ ഓരോരുത്തർക്ക് ഇതുപോലെ ഒരു വയസ്സിലെ കൊച്ചിനെ നടന്നു പോവാം ഓ പക്ഷെ ഇവിടെ എത്തുമ്പോ ഒരു സ്ലോപ്പ് വരും ഇനി കയറണം ഇനിയൊരു തേരിയാ റംസാനെ കയറ്റി വിടറാ നമ്മളങ്ങനെ ബോട്ടിൽ കയറി തിരിച്ചു പോകാൻ വേണ്ടി പോവാം നമ്മൾ ഇറങ്ങി അങ്ങനെ ബോട്ടിൽ പക്ഷെ നമ്മൾ വന്നത് ഈ സ്ഥലത്തന്നെ അവിടെ നിന്ന് വന്നപ്പോ അവിടെ നിന്ന് എടുത്തു ഇതാണ് ഫ്രണ്ട് അല്ലേ നമ്മൾ അങ്ങോട്ടാണ് പോയത് നമ്മൾ ആദ്യം കാർ ഒതുക്കിയിട്ട് അവിടോട്ട് വരുമ്പോൾ ഇവിടെ ഒരു കട ഉണ്ടായിരുന്നു പണ്ട് ഇവിടെ ഇപ്പം കട അടിച്ചു
അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മളെ കാറിൻ്റെ അടുത്തോട്ടൊക്കെയാണ് പോകുന്നത്. ഇവിടെ കുറേ സാധനമൊക്കെ വാങ്ങിക്കാണ്ട് ഇങ്ങനെ കിട്ടും. നമ്മളതൊന്നും നോക്കാതെ നേരെ പോവുകയാണ്. ആദ്യം തേരി ഇറങ്ങി വന്നപ്പോൾ എന്ത് എളുപ്പമായിരുന്നു. നിന്ന് ആദ്യം ഇറങ്ങി വരും. കയറാൻ എന്താ പാട്. നമ്മളെല്ലാം കയറി, അല്ല എല്ലാവരും കയറി നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാം. മൊത്തം വെള്ളത്തിൽ എങ്ങനെയാ വന്ന നമ്മളായിരുന്നു ക്യൂട്ട്. അപ്പം തിരിച്ച് വീട്ടിൽ പോകണം. ഈ വീട്ടിൽ പോയിട്ട് വിശേഷങ്ങൾ, ഓണ വിശേഷങ്ങൾ കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക്. വൈകിട്ട് തൂക്കാൻ തന്നെ വേണം രണ്ടുപേരും. നമ്മള് കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്കാണ് പോകുന്നത്. അല്ലേ, വീട്ടിലേക്ക് പോകും. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ച് വന്ന് എല്ലാവരും ഫ്രഷായി ഇപ്പോൾ പോയി കിടന്നുറങ്ങാൻ വേണ്ടി പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ ഇട്ട് തരാം. അതായിരിക്കും ബൈ. ബൈ പറ. ബൈ.